UDF സർക്കാരിന്റെ പ്രിയദർശിനി പദ്ധതിക്കു വർണ്ണാഭമായ തുടക്കം. ഇന്ദിരാ ഗ്യാരണ്ടിയിലൂടെ ഇനി മുതൽ ഈ സൗജന്യം ആസ്വദിക്കാം. എല്ലാവരും സന്തോഷിക്കുമ്പോൾ ഒരാളുടെ പണി കണ്ടോ? എവിടെയെങ്കിലും ഒരു നെഗറ്റീവ് കിട്ടുമെന്നുള്ള തെരച്ചിലിലാണ്. ആ ചോദ്യങ്ങളിൽ അത് വ്യക്തം. ഒട്ടേറെ യാത്രക്കാരുണ്ട്. അവർ ഇന്നു മുതൽ സൗജന്യ യാത്ര തുടങ്ങുക. എങ്ങനെ ഹാപ്പിയാണോ? എവിടത്തേക്കാ പോകുന്നത്? ഓർഡിനറി ബസ്സിൽ മാത്രമാണ് യാത്ര ആദ്യം. മറ്റ് സൂപ്പർ ഫാസ്റ്റിലും യാത്ര സൗജന്യമാക്കണമെന്ന അഭിപ്രായമുണ്ടോ? ഓർഡിനറി മതി. അപ്പൊ അങ്ങനെ എല്ലാവരും ഹാപ്പിയാണ്. അവർക്ക് വനിതകൾക്ക് പരിഗണന ലഭിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നു മുതൽ സൗജന്യ യാത്ര തുടങ്ങിയാണ്. എങ്ങനെയാ കാണുന്നത്? ഹാപ്പിയാണ്. ഓർഡിനറി ബസ്സിൽ മാത്രമാണ് യാത്ര സൗജന്യം. മറ്റ് ബസ്സുകളിലും യാത്ര സൗജന്യമാക്കേണ്ടതല്ലേ? സർക്കാരിന്റെ നയപരമായ തീരുമാനമല്ലേ, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. എന്തായാലും പിന്നീട് അങ്ങനെ എല്ലാ ബസ്സുകളിലും സൗജന്യ യാത്ര ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനത്തെ പ്രതീക്ഷയൊന്നുമില്ല. ഇത് വനിതകൾക്ക് ബസ്സിൽ സൗജന്യ യാത്ര അനുവദിക്കുകയാണ്. എങ്ങനെയാ ഈ തീരുമാനത്തെ കാണുന്നത്? നല്ല തീരുമാനം. ഹാപ്പിയാണ്. അവർക്കൊരു പരിഗണന ലഭിക്കുക. അല്ല, അവര് ഇപ്പം കയറിയ പാർട്ടി പറഞ്ഞത് പാലിക്കുന്നുണ്ട്. സ്ത്രീകൾക്കായാലും നല്ല കാര്യം തന്നെ. ഈ ഇങ്ങനെ ലിംഗസമത്വത്തിന്റെ ഒക്കെ പരാതി വരുന്നുണ്ട്. അതൊക്കെ ഗൗരവത്തിൽ കാണുന്നുണ്ടോ? പുരുഷന്മാർക്കും വേണം സൗജന്യം എന്നൊക്കെ പറയും. അത് പുരുഷന്മാർക്ക് ഇപ്പൊ എല്ലാവർക്കും കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ആദ്യം ഇങ്ങനെ നടക്കട്ടെ. എല്ലാവരും പറയുന്നത് പോസിറ്റീവ്. ലൈവ് ആയതിനാൽ എഡിറ്റ് ചെയ്യാനും കഴിയില്ല. വല്ലാത്ത പെടലാണ് പെട്ടത്. വനിതകൾക്ക് സൗജന്യ യാത്ര തുടങ്ങുകയാണ്. എങ്ങനെയാണ്? നല്ല കാര്യമല്ലേ? എല്ലാ ബസ്സുകളിലും സൗജന്യം വേണം അല്ലേ? എല്ലാ ബസ്സിലും സൗജന്യം കൊടുത്താൽ അത്രയും നല്ലതായിരിക്കും. പഴയ ഗവൺമെന്റ് പറ്റിച്ച് നടന്നതല്ലേ. പുതിയ ഗവൺമെന്റ്, സതീശൻ സാറിന്റെ ഗവൺമെന്റ് നല്ല രീതിയിൽ പോകുന്നത് നല്ല കാര്യം തന്നെയാണ്. ഭാവിയിൽ ലിമിറ്റഡ് സ്റ്റോപ്പിലടക്കം മറ്റ് സൂപ്പർ ഫാസ്റ്റുകളിലടക്കം പ്രതീക്ഷിക്കാം സൗജന്യം. അത് ഗവൺമെന്റ് തീരുമാനിക്കും. ഇപ്പൊ ഈ പ്രതിപക്ഷമായിരിക്കുന്ന ആൾക്കാര് ഇതിന് സമരമായിട്ട് മുമ്പോട്ട് പോകാൻ പോകുകയാണ്. അവരെ കൊണ്ട് സാധിച്ചതുമില്ല. എന്നാൽ പിണറായി വിജയൻ മറ്റുള്ളവരുമായിട്ട് BJPയും ഇടതുപക്ഷവും അപ്പോ ഇവരൊക്കെ ആളുകൾ പുള്ളിയെ തിരിച്ചറിഞ്ഞു. ഇത് മനഃപൂർവ്വം ഇറങ്ങി തിരിച്ചതാണെന്ന് ബോധ്യമായി. പുള്ളിക്ക് നിരാശയായി കാണും. അല്ലെങ്കിലും മനുഷ്യരുടെ ഈ സന്തോഷത്തിന് മുന്നിൽ നെഗറ്റീവുകാർക്ക് എന്തു സ്ഥാനം?